ഹായ് ഓൾ, ഞാൻ ഡോക്ടർ ദിവിൻ ഏഗൻ ലേണിംഗിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ CUET പ്രിപ്പറേഷൻ ഏറ്റവും ഗംഭീരമായിട്ട് കഴിഞ്ഞൊരു 10 ദിവസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നല്ല കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. കാരണം മെയ് 15 ആകുമ്പോഴേക്കും നമ്മുടെ എക്സാംസ് വരാൻ പോവുകയാണ്. അപ്പോൾ പല രീതിയിൽ പല യൂണിവേഴ്സിറ്റീസ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഈ CUET എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ICARന്റെ കീഴിൽ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ഫീൽഡിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആസ്പിരൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ICARന്റെ കീഴിൽ വരുന്ന അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ഫീൽഡിലേക്ക് പോകാൻ പഠിക്കാൻ ഒരു UG കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് IARI, ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം IARI റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എപ്പോഴും ഒരു PG ലെവൽ കോഴ്സ്, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു PhD ലെവലിൽ ഒരു ഗവേഷണ രീതിയിലേക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് അവിടെ എപ്പോഴും പ്രിഫർ ചെയ്തിരുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു അക്കാഡമിക് ഇയർ മുതൽ അവിടെ UG കോഴ്സസ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് BSc അഗ്രികൾച്ചർ, BSc ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി തുടങ്ങിയ അതായത് വെറ്റനറി ഒഴിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ ICARന്റെ കീഴിൽ വരുന്നുണ്ട്. അതിൻ്റെ എക്സാം വരുന്നതോ ഈ CUET സ്കോർ നിങ്ങളുടെ പെർസെൻറ്റേജ് അനുസരിച്ച് തന്നെയാണ് അതിലേക്കുള്ള നിങ്ങളുടെ അഡ്മിഷൻസും ഉറപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുക. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഈ IARയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ന്യൂഡൽഹിയിലുള്ള IARനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഗംഭീര പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ നീറ്റ് എഴുതിയിട്ട് MBBS പോകുന്ന ആൾക്കാർ എയിംസിലേക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ അഗ്രികൾച്ചർ ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രീമിയർ ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IARI, ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ഈ ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേറ്റ് നാഷണൽ ലെവലിലുള്ള ക്യാമ്പസുകൾ നിങ്ങൾക്ക് അറിയാം. അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എമിനൻ്റ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആയിരിക്കും അവിടെ പഠിപ്പിക്കുന്നുണ്ടാവുക. ഏറ്റവും നമ്മുടെ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൈബ്രറി, ആ ലൈബ്രറി അവേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഏറ്റവും ലേറ്റ് നൈറ്റ് വരെ നമുക്ക് ലൈബ്രറി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പഠനത്തിൻ്റെ ആ ഒരു ലെവല് തന്നെ മാറ്റും ശരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള നാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അഗ്രികൾച്ചർ നമുക്കറിയാം നമ്മുടെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്. അതിൽ ഫുഡ് തന്നെയാണ് ഏറ്റവും പ്രൈമറി. ഒരു കാലത്തും നമ്മുടെ ഈ ഒരു അഗ്രികൾച്ചർ മേഖലയിൽ നമുക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല. നമ്മൾ പറയുമല്ലോ ഇത് ഏതാണ് സ്കോപ്പുള്ള കോഴ്സ്, ഏതാണ് ഇത്, ഈ അഗ്രികൾച്ചർ പഠിച്ചാൽ നമുക്ക് എന്താ, അഗ്രികൾച്ചർ പഠിച്ചാൽ നമുക്ക് ഒരുപാട് മേഖലയിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. അതായത് ഒരു ബാങ്ക് മുതൽ നിങ്ങൾക്കറിയാം, ഒരു ബാങ്കിൽ ഒരു അഗ്രികൾച്ചർ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഓഫീസേഴ്സ്, അങ്ങനെ ഡയറി റിലേറ്റഡ് ആയിട്ടുള്ളതും, അതുപോലെ തന്നെ ഒരുപാട് ഹോർട്ടിക്കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളതും ഒരുപാട് മേഖലയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ് അഗ്രികൾച്ചർ. പണ്ട് പറയുന്ന പോലെ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ പാടത്തിറങ്ങി കൃഷി ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റൊക്കെ അങ്ങ് മാറിയിട്ട് ഒരുപാട് ടെക്നോളജി ബേസ്ഡ് ആയിട്ട് റിസർച്ച് ഒരുപാട് അഡ്വാൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് ലോകത്തോട് കിടപിടിക്കുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യയുടെ അഗ്രികൾച്ചർ മേഖല മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ICARന്റെ കീഴിൽ വരുന്ന ഈ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങൾ. അത് ടോപ്പ് റേറ്റിംഗിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ICARന്റെ കീഴിൽ. അപ്പോൾ ഇവിടേക്ക് കിട്ടാൻ CUET നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് പെർസെൻറ്റൈൽ നോക്കുമ്പോൾ നമ്മുടെ എയിംസിൽ കിട്ടാനുണ്ടാവുന്ന അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് IITകളിൽ കിട്ടാവുന്നത് പോലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടാൻ നിങ്ങൾക്ക് അറിയാം ഒരു 95% അല്ലെങ്കിൽ 95 മുതൽ 98% നിങ്ങളുടെ സ്കോർ വരുമ്പോഴാണ് ഇതുപോലത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ, പ്രത്യേകിച്ച് IARയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ECMB കൂടാതെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് എടുത്ത് പഠിച്ച കുട്ടികൾക്കാണ് ഈ ഒരു, അതായത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, PCMBയുടെ കോമ്പിനേഷൻസ് വരുന്നുണ്ട്, അതുപോലെ അഗ്രികൾച്ചറിൻ്റെ കോമ്പിനേഷനും കൂടി വരുന്ന ഈ സബ്ജക്ട്സ് എടുത്ത് പഠിച്ച ആൾക്കാരാണ് ഈ UG കോഴ്സിലേക്ക് പ്രവേശനം കിട്ടുക. അതുപോലെ തന്നെ ഈ ക്യാമ്പസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ ക്യാമ്പസിൽ നിൽക്കുമ്പോൾ വെറും പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ അവരുടെ അലുമിനീസിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ പഠിക്കുന്നത് പോലെ തന്നെ ഒരുപാട് സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ വരിക. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സെമിനാർസ്, ഈവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഇത്തരം ക്യാമ്പസുകളിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരുപാട് ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഒക്കെ അവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും നമ്മൾ അൾട്ടിമേറ്റ്ലി അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, ഞാൻ പറയുന്നത് UG കോഴ്സിനെ പറ്റി ഇപ്പോൾ പറയുന്നത്, അത് കഴിഞ്ഞാൽ അവിടെ തന്നെ PG കോഴ്സസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ തന്നെ PhD പോലെ ഗവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ റിസർച്ച് മേഖലയിലേക്ക് പോകാനും ഒക്കെ ഒരു നല്ല ഒരു മേഖല തന്നെയാണ് ഈ പറഞ്ഞ ICARന്റെ കീഴിലുള്ള അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് എന്ന് തന്നെ പറയാം. ഒരുപാട് മേഖലകളുണ്ട്. അത് നിങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിലൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞുതരാം ഏതെല്ലാം രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകണം ഈ ഒരു എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഞാൻ പറയുന്നു, മെയ് 15 നമ്മുടെ എക്സാം വരുന്നത്. നിങ്ങൾ ഈ ഒരു ICAR എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട്, ഐക്കർ എന്നൊക്കെ നമ്മൾ പറയും, ICAR മനസ്സിൽ വെച്ചുകൊണ്ട് ഈ IARI പോലത്തെ സ്ഥാപനങ്ങൾ, അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ. എന്നാൽ ഉറപ്പായിട്ടും
തീർച്ചയായിട്ടും നിങ്ങളുടെ പെർസെൻറ്റൈൽ ഒരു 95 to 98 നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിൽ UG കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നല്ലൊരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. നമ്മുടെ പ്രിപ്പറേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഇൻവോൾവ് ചെയ്യുക, നല്ലൊരു സ്കോറിലേക്ക് എത്തിച്ചേരുക. താങ്ക് യു സോ മച്ച്.